കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളോട് അമിത്ഷയുടെ 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ എത്ര സീറ്റുകൾ ലഭിക്കും? ഇത് കേരളത്തിലെ ബി.ജെ.പിയുടെ നേതാക്കന്മാരുടെ മുട്ടുവിറപ്പിക്കാൻ ഇടയാക്കി. ആരും ഒന്നും പറഞ്ഞില്ല. കേരളത്തിൽ 5 സീറ്റുകൾ ലഭിക്കും, 10 സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്ന ബി.ജെ.പി. നേതാക്കൾ അമിത്ഷയുടെ മുന്നിൽ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. പക്ഷേ അതിലെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞു കേരളത്തിൽ 3 സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അമിത്ഷയുടെ അടുത്ത ചോദ്യം വന്നു, എങ്ങനെ ജയിക്കുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി കടക്കം ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. അതിനർത്ഥം വെക്കുന്നത് ഒന്നും നേടാൻ കേരളത്തിൽ സാധിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ ശബരിമല വിഷയം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം അടുത്തതായി അമിത്ഷയിൽ നിന്ന് വന്നു. ഒന്നും നേടാൻ സാധിക്കില്ല എന്നതായിരുന്നു അമിത്ഷയ്ക്ക് മുന്നിൽ ബി.ജെ.പി. നേതാക്കളുടെ മൗനത്തിൽ നിന്നും ലഭിച്ച ഉത്തരവും. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കേരളത്തിൽ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ അതാക്കും, സർക്കാരിനെതിരെ ഞങ്ങൾ ഇത് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതെയാക്കി എന്നൊക്കെ പറയുന്ന ബി.ജെ.പിയുടെ നേതാക്കന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി അമിത്ഷയുടെ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. വ്യക്തമാക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമെന്നുള്ളത് കണക്ക് കൂട്ടി നിൽക്കുകയാണ് ബി.ജെ.പി. നേതാക്കൾ. ഒരു കാര്യം വ്യക്തമാണ്, ശ്രീധരൻപിള്ള അടക്കമുള്ള ബി.ജെ.പിയുടെ നേതൃത്വത്തിന് ശക്തമായിട്ടുള്ള വിമർശനം അമിത്ഷയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം RSS തന്നെയാണ്. അതായത് RSS പറഞ്ഞ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ ബി.ജെ.പി. നേതൃത്വങ്ങളോട് വലിയ വിമർശനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ വലിയ ചോദ്യങ്ങൾ തന്നെ ഉന്നയിക്കുകയായിരുന്നു അമിത്ഷാ. അതിനുശേഷം ഒരു കടുത്ത മറുപടിയും അമിത്ഷാ നൽകി. RSS എന്ത് പറയുന്നുവോ അതനുസരിച്ച് മുന്നിൽ പോയാൽ മതി, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നും അമിത്ഷാ തുറന്നു പറഞ്ഞു. അമിത്ഷയുടെ ഇത്തരം തീരുമാനങ്ങൾക്ക് മുന്നിൽ മുട്ടുവിറച്ചു നിൽക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. RSS പറയുന്നതൊന്നും അനുസരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു നേട്ടവും ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അമിത്ഷയുടെ നിർദ്ദേശം. അതുകൊണ്ട് RSS എന്ത് പറയുന്നോ അതനുസരിച്ച് പോയാൽ മതി. സ്ഥാനാർത്ഥി പട്ടികയിൽ നിങ്ങൾക്ക് തോന്നുന്ന ആളുകളുടെ പേരുകൾ ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ആളുകളുടെ പേരുകൾ ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെ ഇവർ വിജയിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ നിങ്ങൾ നടത്തുന്നില്ല എന്നതാണ് ബി.ജെ.പിക്കെതിരെ ശക്തമായ വിമർശനമായി അമിത്ഷാ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീധരൻപിള്ളയുടെയും കൂട്ടരുടെയും മുട്ടുവിറച്ചിരിക്കുകയാണ്. ഇനി ശബരിമല വിഷയത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണവും പിള്ള തന്നെയാണ്. പിള്ളയുടെ ചില നീക്കങ്ങൾ, രഹസ്യ നീക്കങ്ങൾ പരസ്യമായതോടുകൂടി ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്നുള്ളത്, ശബരിമല വിഷയത്തിൽ എന്തെന്നുള്ളത് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായി വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയും നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അമിത്ഷയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അമിത്ഷയുടെ 3 ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുവിറച്ച ബി.ജെ.പി. നേതാക്കന്മാർ കേരളത്തിലെ മാധ്യമങ്ങളോട് വാ തുറന്ന് സംസാരിക്കുന്നത് കണ്ടാൽ തോന്നും 14 ജില്ലകളിൽ 13 ജില്ലകളും ബി.ജെ.പിക്കൊത്ത് നിൽക്കുമെന്നുള്ളതാണ്. അതായത് 13 ജില്ലകളിലെ മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബി.ജെ.പി. നേതാക്കന്മാരുടെ ഈ വാ തുറന്നുള്ള സംസാരം കണ്ടാൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും വലിയ തിരിച്ചടികൾ എല്ലായിടത്തും ബി.ജെ.പിക്ക് മണക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നുള്ളത്. അമിത്ഷയുടെ ചോദ്യത്തിന് മുന്നിൽ മുട്ടുവിറച്ച ബി.ജെ.പി. നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാ തുറന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലെയും എല്ലാ മണ്ഡലങ്ങളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.